നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. KPCC സ്ഥാനത്ത് നിന്നും കേരളത്തിൽ കെ സുധാകരനെ മാറ്റിയതുകൊണ്ട് ഇവിടെ ചില ആളുകൾ പ്രാദേശികമായി വലിയ ആത്മാഭിമാനം കൊള്ളുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു കളി കളിച്ചല്ലോ എന്നുള്ള രീതി. പക്ഷേ AICC നേതൃത്വം പ്രവർത്തക സമിതി അംഗമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്തത്. ഇനി വരാൻ പോകുന്നത് വേണുഗോപാലിൻ്റെ ചീട്ട് കീറാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി വേണുഗോപാലിൻ്റെ സ്ഥാനം ഇളകും. അതിന് കാരണങ്ങൾ പലതാണ്. അതൊന്നാമത്തെ കാര്യം, രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വേണുഗോപാലിൻ്റെ പെർഫോമൻസിനെ വളരെ വ്യക്തമായി അളന്നു മുറിച്ചിരിക്കുകയാണ്. വേണുഗോപാൽ ആരാണ് ഈ കേരളത്തിലെ നേതാക്കളുടെ എക്സ്പയറി ഡേറ്റ് തീരുമാനിക്കാൻ? പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസിൻ്റെ PM സുധീരൻ എന്നൊരു വ്യക്തി മനസ്സലിവ് കാട്ടിയത് കൊണ്ടാണ് ആലപ്പുഴയിലെ പഴയ MLA ആയ KC വേണുഗോപാലിന് ആലപ്പുഴ ലോക്സഭ കാണാൻ തന്നെ പറ്റിയത്. അങ്ങനെയാണ് ഈ ഗാന്ധി കുടുംബമായിട്ട് ബന്ധം തന്നെ ഉണ്ടാക്കാൻ നേരെ ചൊവ്വെ പറ്റിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കെ സുധാകരന് വിലയിടാൻ KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും അടങ്ങുന്ന ഈ നായർ ത്രികോണ സംഘം ഇവർ വിചാരിച്ചാലൊന്നും നടക്കില്ല എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു കളി കളിക്കുന്നുണ്ട്, ഒരു ഉൾപാർട്ടി കളി. ഇത് ജാതിക്കളിയാണെങ്കിൽ അങ്ങനെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കോൺഗ്രസ്സിൽ അപ്പർ കാസ്റ്റ് സിസ്റ്റം, ഒരു ഹെഗിമണിക്കൽ സിസ്റ്റം ഇപ്പോഴും കൊണ്ടുപോകാൻ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാടമ്പി ലൈൻ. ആ മാടമ്പി ലൈനൊക്കെ കുറേ നാളായി പൊളിഞ്ഞിട്ട് അതിലെ കുറേ വോട്ടുകൾ BJPയിലേക്ക് ചോർന്നു. പിണറായി സ്ട്രാറ്റജിക്കലായിട്ട് എങ്ങനെയാണ് പിന്നാക്ക സമുദായങ്ങളുടെ വോട്ടുകളെ ഏകീകരിക്കുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു തെറ്റായിട്ടുള്ള സന്ദേശം, അതായത് കെ സുധാകരനെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ സണ്ണി ജോസഫിനും പല നേതാക്കൾക്കും പണിയാണ് വരുന്നത്. കെ സുധാകരനെ പോലൊരു വ്യക്തിയെ AICCയിൽ ജനറൽ സെക്രട്ടറി എങ്കിലും ആക്കേണ്ടതാണ്. ദേശീയ അധ്യക്ഷ സ്ഥാനം കൊടുത്താലും തെറ്റൊന്നുമില്ല, കാരണം അത്രയേറെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. ഈ മല്ലികാർജുൻ ഖാർഗെയൊക്കെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഖാർഗെ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ഓടി നടന്ന് രാജ്യമൊട്ടുക്കെ പ്രസംഗിച്ച് നടന്ന ആളൊന്നുമല്ലല്ലോ. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ എന്ന നിലവിലെ ലോക്സഭാ സാമാജികന് ദേശീയ രാഷ്ട്രീയത്തിൽ തുടരാനാണ് പാർട്ടിയുടെ തീരുമാനമെങ്കിൽ നല്ലത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് മത്സരിച്ചൊരു മന്ത്രിയാകാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനോ അദ്ദേഹത്തിനെ കോൺഗ്രസ് പരിഗണിക്കുന്നില്ലെങ്കിൽ വളരെ മാന്യമായി ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനെ അക്കോമഡേറ്റ് ചെയ്യണം. ഏറ്റവും കുറഞ്ഞ പക്ഷം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കെങ്കിലും പരിഗണിക്കുക വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അവിടേക്ക് നിരീക്ഷകനായും അവിടേക്കുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തും ഒക്കെ കൊണ്ടുവരാവുന്നതാണ്. ഈ ഒരു നിർദ്ദേശം കൃത്യമായി ഉറപ്പ് നൽകി എന്നുള്ളതാണ് ചാനൽ അഭിമുഖങ്ങളിൽ കെ സുധാകരൻ പറയുന്നത്. ഇവിടെ നിന്ന് പല നേതാക്കളും പാലം വലിച്ചതിൻ്റെ ഉള്ളുകളികൾ തനിക്കറിയാം, എന്നാൽ താൻ അവരുടെ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞത് ഈ ഇലക്ഷൻ ആയതുകൊണ്ട് വെടക്കാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ കെ സുധാകരൻ്റെ കയ്യിൽ ഒരു വെടിക്കുള്ള മരുന്നൊക്കെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഒരുപാടങ്ങ് കയറി മൂക്കരുത് എന്നുള്ളതാണ് പല നേതാക്കളോടുമുള്ള കെ സുധാകരൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള അഭ്യർത്ഥന.